ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1194 ആണ്ട് മകരം 15, അതായത് 2019 ജനുവരി 29 ചൊവ്വാഴ്ച. നക്ഷത്രം വിശാഖം. ജ്യോതിഷ പങ്ക്തിയിൽ എന്നത്തെയും പോലെ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ ദേശീയ അന്തർദേശീയമായ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ 42 വർഷത്തിലേറെയായി ട്രാവൻകൂർ ദേവസ്വം ബോർഡ് മേൽശാന്തിയായി സേവനമനുഷ്ഠിച്ചു വരികയും ചെയ്ത ജ്യോതിഷാചാര്യൻ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ശർമാജി. നമസ്കാരം ശർമാജി, നമുക്ക് കത്ത് വായിച്ചു തുടങ്ങാം അല്ലേ? എവിടുന്നാണ്? കോഴിക്കോട് നിന്ന് രമണി എഴുതുന്ന കത്താണ്. മകൾക്ക് വേണ്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. മകൾക്ക് 24 വയസ്സ് തികയുന്നു. ഡിഗ്രി പൂർത്തിയായി. തുടർ പഠനം, വിവാഹത്തിനും ജോലിക്കും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ഒരു കാര്യങ്ങളും മുന്നോട്ട് പോകുന്നില്ല. വിവാഹമെങ്കിലും ഉടനെ നടക്കുമോ? കാർത്തിക നക്ഷത്രം ഗ്രഹനില അയക്കുന്നു. കാർത്തിക നക്ഷത്രം ഇടവരാശിക്ക് 2018 ഒക്ടോബർ മാസം 11 തീയതി മുതൽ 2019 മധ്യം വരെ സപ്തമത്തിൽ, അതായത് ജനിച്ച രാശിയുടെ 7ാം രാശിയിൽ വ്യാഴഗ്രഹം ചാരവശാൽ സഞ്ചരിക്കുന്ന കാലം. അവിവാഹിതർക്ക് വിവാഹാദി കർമ്മസിദ്ധി, ഉദ്യോഗാർത്ഥികൾക്ക് ചെറുതായിട്ടെങ്കിലും ജോലി കിട്ടാനുള്ള യോഗം, വസ്തു, ഗൃഹം, വാഹനം മുതലായവ മോഹിച്ച് കഴിയുന്നവർക്ക് അതിനുള്ള അവസരം, ഈ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടേണ്ടതാണ്. അതോടൊപ്പം തന്നെ രമണിയുടെ മകൾക്ക് അതിപ്രധാനമായ ശശിമംഗള യോഗം എന്ന യോഗവും കൂടി ഉള്ളതിനാൽ ഈ സമയത്ത് നടക്കുന്ന വിവാഹം നല്ല നിലയിൽ എത്തിച്ചേരുവാനും ചെല്ലുന്ന ഗ്രഹത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും മേൽഗതിയും ഉന്നതിയും ഉയർച്ചയും വളർച്ചയും ദീർഘകാല സമ്പാദ്യങ്ങളും ഒക്കെ ഉണ്ടാകുവാനുള്ള ഒരു ഭാഗ്യോദയം വരുന്ന കാലഘട്ടങ്ങളാണ്. ജനിച്ച രാശിയുടെ 10ാമത്തെ രാശിയിൽ മാതൃമനകാരകൻ ചന്ദ്രനും ഭാതു സഹോദരകാരകനായ ചൊവ്വാഗ്രഹവും മംഗളകാരകനായ ചൊവ്വാഗ്രഹവും കൂടെ ഒരുമിച്ച് ശശിമംഗളം എന്ന യോഗത്തോടു കൂടി നിൽക്കുകയാണ്. ജീവിതാവസാനം വരെ സാമ്പത്തികവും അഭിവൃദ്ധിയും ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ഉദ്യോഗലബ്ധിയും വസ്തുഗ്രഹ വാഹനാദികളും, യുവതികൾക്കാണെങ്കിൽ ചെന്ന് കയറുന്ന ഭവനം മുതൽ ഐശ്വര്യവും മേൽഗതിയും ഉണ്ടാവുന്ന ഒരു ശുഭസൂചകമാണ് ശശിമംഗള യോഗം. യുവാക്കൾക്കും ഇതേ അവസ്ഥ തന്നെ. വിവാഹശേഷം അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുവാനുള്ള ഒരു വിശേഷ യോഗമാണ്. ഈ രാശിയിൽപ്പെട്ട ആളുകൾക്ക് ശശിമംഗളം എന്ന് പറയുന്ന യോഗത്തോടൊപ്പം 7ാമിടത്ത് വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ 2019 നവംബർ മാസം മധ്യത്തിനുള്ളിലായി വിവാഹാദി മംഗളകർമ്മസിദ്ധി, ഉദ്യോഗാദി യോഗങ്ങൾ, വസ്തുവോ വീടോ പരിഷ്കരിക്കാനോ പുതുതായിട്ട് പണിയുവാനോ എക്സ്റ്റൻഷൻ ചെയ്യുവാനോ മോടി പിടിപ്പിക്കുവാനോ ഉള്ള യോഗം, ബന്ധുജന സ്വന്തജന സമാഗമം, മംഗളവാർത്തകൾ, വിദേശത്തേക്കൊക്കെ പോകാനായിട്ട് ആഗ്രഹിച്ച് കാലങ്ങളായി കഴിയുന്നവർക്ക് ഒരു സുവർണാവസരം, കൃത്യമായി ഉയർന്ന ജോലിയൊന്നും അല്ലെങ്കിൽ അവനവൻ്റെ പഠിപ്പിനനുസരിച്ചുള്ള ജോലിയൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒരു ഉപജീവന മാർഗം ലഭിക്കാനുള്ള യോഗങ്ങളുണ്ട്. ഡിഗ്രി കഴിഞ്ഞു ഇനി ജോലിക്കും കൂടെ ഉള്ള അവസ്ഥയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ജോലിക്കൂടെ ഉള്ള യോഗം ഇതിനകത്ത് വരുന്ന 2019 നവംബർ മാസത്തിനുള്ളിൽ ഉണ്ടാവും. ഉദ്യോഗലബ്ധിയും വിവാഹാദി മംഗളകർമ്മസിദ്ധിയും പൊതുഗൃഹവാസവും ഈ ശശിമംഗള യോഗവും ഈ ഇടവക്കൂറുകാർക്ക് 7 വ്യാഴവും വരുന്ന കാലഘട്ടമുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടും രമണിയുടെ മകൾക്ക് സന്തോഷിക്കാം. വരുന്ന നവംബർ മാസത്തിൽ ഉള്ളിലായി ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നടക്കും. പിന്നെ അഷ്ടമശനി എന്ന് പറയുന്ന എന്തിനും ഒരു തടസ്സം ഉണ്ടാവുമല്ലോ. ആ തടസ്സം നിൽക്കുന്നത് കൊണ്ട് ശുഭകർമ്മങ്ങൾക്കെല്ലാം ഒരല്പതാമസം വരും. അതുപോലെ തന്നെ ഉദ്ദേശ രീതിയിൽ തന്നെ നടപടിയിൽ വരാനായി സാമ്പത്തിക ലബ്ധിയുമൊക്കെ കുറച്ച് പോരായ്മകളൊക്കെ വരും. ആ പോരായ്മകളാണ് ഈ ഇടവക്കൂറുകാർക്ക് അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലമാണ് 2020 ജനുവരി 24 വരെ. അഷ്ടമത്തിൽ ശനി വെച്ചു നീട്ടും മംഗളങ്ങൾ നീങ്ങി പോകുമെന്നാണ്. അതായത് ഇന്ന് നിശ്ചയിക്കുന്ന കാര്യങ്ങൾ മറ്റന്നാളായിട്ട് മാറും. ഇന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ മറ്റന്നാളായിട്ട് മാറും.
100% കിട്ടേണ്ട കാര്യങ്ങൾ 75% ചുരുങ്ങും. കൈ കിട്ടിയതിന് സാമ്പത്തികത്തിന് ചെലവുകൾ ഏറെ വരും. അത് സൃഷ്ടിക്കാൻ നോക്കണ്ട, നടക്കത്തില്ല. അപ്പം അഷ്ടമശനി വരുമ്പോൾ സാമ്പത്തിക ഞെരുക്കവും വരവയ്ക്കുള്ള ചെലവുകളും ഒക്കെ ഉണ്ടാവും. എങ്കിലും മംഗളകരം ആയിട്ടുള്ള ഉദ്യോഗലബ്ധി, വിവാഹാദി മംഗളകർമ്മസിദ്ധി, പുതുഗൃഹവാസം എന്നിവ, അല്ലെങ്കിൽ നാം നിൽക്കുന്നിടം പരിഷ്കരണം എന്നിവ കണിശമായിട്ടും ഉണ്ടാവുന്നതാണ്. താൽക്കാലിക പ്രശ്നപരിഹാരത്തിന് നീലാഞ്ജന സമാനാഭം രവിപുത്രമ്യമാഗ്രഹം ഛായ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം എന്ന മഹനീയമായ ശനി സ്തോത്രം ശനിയാഴ്ചകൾ തോറും 108 രൂപ വീതം ഉരുവിടുകയോ, ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താവിന് നീരാഞ്ജനം, നെയ്വിളക്ക് മുതലായിട്ടുള്ള എള്ളുപായസം മുതലായ വഴിപാടുകൾ ചെയ്യുകയോ, ശനിഹോമാദികളോ ശനിപൂജാദികളോ നടത്തുകയും ചെയ്തു വരുന്നതാണ്. ജാതകത്തിൽ ശനി ദോഷകരമായി നിൽക്കുന്നവർക്ക് ഇന്ദ്രനീലം എന്ന ബ്ലൂ സഫയർ ഒരു 3 ക്യാരറ്റ് വെള്ളിയിൽ കെട്ടി ഇടത്തെ നടുവിരലിൽ ധരിക്കാവുന്നതുമാണ്. ഇപ്രകാരം വിവിധ രീതികളിൽ ഇതിന് ദോഷപരിഹാരങ്ങളുണ്ട്. രമണിയുടെ മകൾക്ക് സ്വീകാര്യമായ ഈ പ്രതിവിധികൾ ചെയ്യാവുന്നതാണ്. എന്തായിരുന്നാലും വിവാഹവും ഉദ്യോഗലബ്ധിയും പുതുഗ്രഹവാസവും വരുന്ന 2019 നവംബർ പകുതിക്ക് മുമ്പായിട്ട് നടക്കും. ജ്യോതിശാസ്ത്രപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമ്മജിലിന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്.